ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി പുറത്തു നിന്ന് വരികയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ സരയുവിനോട് എന്താ അമ്മ എവിടേക്കാ പോയത്, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാനസിക സ്ഥിതി ഇപ്പൊ ശരിയല്ല മോളെ, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വീട് ശരിക്കും ഒരു ഭ്രാന്താലയമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനുവേട്ടൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആകെ ഒരു ആശ്രയം, അതാണ് എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സരയി പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാനാവാതെ തന്റെ സംശയം പോലും പുറത്ത് പറയാനാകാതെ ശാരി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ കാർത്തികയെയും അതുപോലെ നമ്മുടെ പ്രകാശനെയും കാണിക്കുകയാണ്. അങ്ങനെ പ്രകാശനോടായിട്ട് കാർത്തിക പറയുന്നുണ്ട്, എത്രയും വേഗം ഈ കേസും കൂട്ടൊക്കെ ഇല്ലാതായതിനു ശേഷം എൻ്റെ അമ്മയുടെ കഴുത്തിൽ അച്ഛനൊരു താലി കെട്ടണം, അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ച അത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ ഇഷ്ടമാണ് നമ്മുടെ പ്രകാശനാണെങ്കിൽ വലിയ പുഞ്ചിരിയോട് കൂടി തന്നെ അങ്ങനെ ആ ഒരു സംസാരം ഇഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.